ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ആദ്യമായിട്ട് കാണുന്ന ആളുകളാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എന്തെങ്കിലും ഒരു കാര്യം വീഡിയോ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് കമന്റ് ചെയ്യുക. ഇപ്പൊ നിങ്ങൾ ആദ്യം കണ്ടൊരു വീഡിയോ ഉണ്ടല്ലോ, അത് രേണുസുദിനെ വെച്ച് മാജിക് ചെയ്യുന്നതാണ്. നിങ്ങൾ ആ വീഡിയോ സൂക്ഷിച്ച് നോക്കിയാൽ കാണാൻ വേണ്ടി പറ്റും. അയാൾ ആ ഒരു മാജിക് കാണിക്കുന്നത്. നമുക്ക് അതിനകത്തോട്ട് വരാം. അതിന്റെ മുമ്പ് ഇന്നലെ രേണുസുദി ഇപ്പം യൂട്യൂബിനകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന കോൺട്രവേഴ്സീസിന്റെ ഒക്കെ ഇടയ്ക്ക് ഒരു ഇൻസ്റ്റാഗ്രാം സ്റ്റോറി ഇടുകയുണ്ടായി. അതും സുധീനെ കുറിച്ചിട്ട് തന്നെയാണ് അതിലെ ടോപ്പിക് വരുന്നത്. ഞാൻ ആ ഒരു സാധനം ഇവിടെ പ്ലേ ചെയ്ത് കേൾപ്പിക്കാം. നിങ്ങൾക്ക് കേട്ടിട്ട് എന്താണ് തോന്നുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ കമന്റ് ചെയ്യുക. എനിക്ക് തോന്നുന്ന കാര്യം ഞാൻ വീഡിയോയിലൂടെ പച്ചയ്ക്ക് പറയുന്നതായിരിക്കും. ഓക്കെ, എന്താ പൂമ്പാറ്റ ഇങ്ങനെ ടെൻഷനായിട്ടിരിക്കുന്ന, എന്താ വിഷമിച്ചിരിക്കുന്ന? അപ്പൊ ഗൈസ്, നമ്മുടെ പൂമ്പാറ്റ എന്ന് പറയുന്ന നാടക നടി വിഷമിച്ച ഒരു കൂൾബാറിനകത്ത് ഒരു ജ്യൂസും കുഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഇടയ്ക്ക് വല്ലാത്തൊരു വിഷമം കയറുന്നു, സാഡ് ആവുന്നു. ക്യാമറ ഓപ്പോസിറ്റ് നിൽക്കുന്ന സ്ത്രീ ഓൺ ചെയ്യുന്നു. ഇങ്ങനെ ക്യാമറയിൽ ഇങ്ങനെ ഒരു സാധനം പതിയുന്നത് അറിയാതെ പുള്ളിക്കാരിന്റെ വിഷമങ്ങൾ തുപ്പുന്നു. അതാണ് നമ്മൾ കേൾക്കാൻ പോകുന്ന നാടകീയമായ രംഗം. എന്താ പറ്റിയേ? അവൻ പറഞ്ഞതിന് ശേഷമാണോ? ഇപ്പൊ നമ്മള് അതൊന്നും വന്നപ്പോഴേ നല്ലൊരു ഓട്ടോച്ചേട്ടനെ കണ്ടു. ചേട്ടൻ ചേച്ചിയല്ലേ ചോദിച്ചു, ആണെന്ന് പറഞ്ഞു. ഓക്കെ, പുള്ളിക്കാരി യാദൃശ്ചികമായ ഒരു ഓട്ടോ ചേട്ടനെ കണ്ടു. രേണു ചേച്ചി അല്ലേ എന്ന് ചോദിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഈ ഓഡിയോ ക്ലിയർ അല്ലാത്തതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിരുന്നു കേട്ടോ. ചേട്ടന് അവസാനം നിമിഷത്തിൽ ക്രാഫ്റ്റ് ഹോസ്പിറ്റലിൽ ചേട്ടനും ഉണ്ടായിരുന്നു. ഓക്കെ, സുധിച്ചേട്ടന്റെ അവസാന നിമിഷത്തിൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയത് ഈ ചേട്ടനും കൂടിയാണ്. പറയുന്നത് നിങ്ങൾ കേൾക്കണം കേട്ടോ. ചേട്ടനെ അവസാനമായിട്ട് കണ്ടെന്ന് പറഞ്ഞു. ചേട്ടനെ അവസാനമായിട്ട് കണ്ട് എന്ന് പറഞ്ഞു. പെട്ടെന്ന് പഴയ കാര്യം ഓർമ്മ വന്നു. നമ്മള് കണ്ടിട്ടില്ല. അത് കേട്ടപ്പോ പെട്ടെന്ന് പഴയ കാര്യം ഓർമ്മ വന്നു. പുള്ളിക്കാരിക്ക് ഇങ്ങനെ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ, അതും ഇത്തരത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു ഇഷ്യൂസ് സോഷ്യൽ മീഡിയ കത്തി നിൽക്കുന്ന സമയത്ത് ഇങ്ങനെ എന്തെങ്കിലും കേട്ടാൽ മാത്രമേ ഉള്ളിന്ന് ഇങ്ങനെ വിഷമം അന്നനാളം വഴി, നാക്ക് വഴി, വായ വഴി പുറത്തേക്ക് തള്ളുള്ളൂ. അല്ലാത്ത സമയങ്ങളിലൊക്കെ വിഷമം വന്നു കഴിഞ്ഞാൽ പുള്ളിക്കാരി എന്താ ചെയ്യുന്നതെന്ന് തമ്പുരാൻ അറിയാം. ഞാൻ ചോദിച്ചു, ചേട്ടൻ കരയുന്നുണ്ടായിരുന്നോ, ചേട്ടന്റെ മുഖത്ത് ബ്ലഡ് ഉണ്ടായിരുന്നു? എനിക്ക് അറിയില്ലല്ലോ. അതൊക്കെ ചോദിച്ചു ആ ചേട്ടൻ പറഞ്ഞു. ചേട്ടൻ ഇങ്ങനെ മൂളുന്നുണ്ടായിരുന്നു, ഓർമ്മയൊന്നും ഇല്ലായിരുന്നു എന്ന് പറഞ്ഞു. കണ്ടോ, ഇവിടെയാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ച ചീപ്പ് പരിപാടി. പുള്ളിക്കാരി പറഞ്ഞത് കേട്ടോ, ഞാൻ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് ചേട്ടന്റെ മുഖത്ത് ബ്ലഡ് ഉണ്ടായിരുന്നു, മൂളുന്നുണ്ടായിരുന്നു. അപ്പൊ ഓട്ടോറിക്ഷ ചേട്ടൻ പറഞ്ഞു ഇത്ര മൂളുന്നുണ്ട്, കരയുന്നുണ്ടായിരുന്നു എന്ന് ചോദിച്ചപ്പോ എങ്ങനെയൊക്കെയാ പറഞ്ഞു. അതായത് സുധി അയാളുടെ മരണ സമയത്ത് അനുഭവിച്ച ആ ഒരു വേദന, ആ ഒരു രക്തക്കറ, ആ ഒരു സാധനങ്ങൾ വരെ സോഷ്യൽ മീഡിയക്ക് അകത്തേക്ക് ഇട്ടിട്ട് അയാൾ അനുഭവിച്ച ആ ഒരു പെയിന് വിറ്റ് റീച്ച് ഉണ്ടാക്കുക, സെന്റിമെന്റ്സ് സമ്പാദിക്കുകയാണ് ഈ സ്ത്രീ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നാണം ഇല്ലാത്ത പെണ്ണുമ്പിള്ള എന്നല്ലാണ്ട് എന്താ ഈ സ്ത്രീനെ പറയേണ്ടത്? നാണം ഇല്ല എന്ന് തന്നെ പറയാം. ഇതൊക്കെ സ്വന്തം മനസ്സിൽ ഒരാൾ ഓർക്കാൻ പോലും ആഗ്രഹിക്കാത്ത, അല്ലെങ്കിൽ വായ കൊണ്ട് പറയാൻ പോലും ആഗ്രഹിക്കാത്ത കാര്യങ്ങളാണ്. നമുക്കറിയാം, ഒരു ഹസ്ബൻഡ് ആക്സിഡന്റിലൊക്കെ മരിക്കുന്ന ഭാര്യമാർക്ക് പ്രത്യേകിച്ച് അത്തരത്തിലുള്ള സന്ദർഭങ്ങൾ ആലോചിക്കാനും അത് മറ്റൊരാളോട് വാ തുറന്ന് പറയാനും, അല്ലെങ്കിൽ വേറൊരാളത് കേൾക്കുന്ന സമയത്തൊക്കെ മനസ്സിനകത്ത് വല്ലാത്ത വിഷമം തോന്നുന്ന ഒരു കാര്യമാണ്. അതുവരെ സോഷ്യൽ മീഡിയക്ക് അകത്തോട്ട് ഒരു ക്യാമറ ഓൺ ചെയ്ത് വെച്ചിട്ട് ഇങ്ങനെ പൊലമ്പിയിട്ട് അത് ഇൻസ്റ്റാഗ്രാമിൽ കൊണ്ടുവന്ന് സ്റ്റോറി ഇടാൻ കാണിച്ച ഒരു മനസ്സുണ്ടല്ലോ, നിങ്ങൾ ആരും കാണാതെ പോരുത്. വിഷമിക്കല്ലേ പൂമ്പാറ്റേ, എന്തിനാ വിഷമിക്കണ? ഇനി വിഷമിച്ച് ഓക്കെ, പുള്ളിക്കാരിന്റെ വിഷമൊക്കെ പറഞ്ഞു. വിഷമിക്കല് പൂമ്പാറ്റിനെ ഏതോ ഒരു പെണ്ണുമ്പിള്ള അടുത്തിരുന്ന് സമാധാനിപ്പിക്കുന്നുണ്ട്. ഇവരൊക്കെ എന്ത് കണ്ടിട്ടാണ് ഈ സ്ത്രീനെ അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നുള്ള കാര്യം എനിക്ക് ഇപ്പോഴും അറിയില്ല. കാരണം ഇപ്പോഴും ഈ ഒരു സിറ്റുവേഷനിലും കൂടെ സുധീന്റെ രക്തവും അയാൾ അനുഭവിച്ച വേദനയും മാത്രമാണ് രേണു വിറ്റിട്ട് റീച്ച് ഉണ്ടാക്കുന്നത്. അല്ലാതെ പുള്ളിക്കാരിന്റെ മനസ്സിലെ വിഷമമൊന്നുമില്ല. അല്ലെങ്കിൽ ഈ വിഷമങ്ങളും കാര്യങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ ഇങ്ങനെ സ്റ്റോറി ഇട്ട് നാട്ടുകാരെ പ്രദർശിപ്പിച്ചതിന് ശേഷം രേണുവിന് എന്താ കിട്ടുക? പൈസ കിട്ടുന്നുണ്ടോ? ഇല്ല, സഹതാപം മാത്രമാണ് കിട്ടുന്നത്. ആ സഹതാപം ആളുകളിൽ നിന്ന് ഊറ്റിയെടുക്കാൻ മാത്രമേ ശ്രമിക്കുന്നുള്ളൂ. ബോധമുള്ള ആളുകൾക്ക് അത് കണ്ടാൽ മനസ്സിലാവും. ബാക്കി കേട്ടോട്ടോ, ലാസ്റ്റിലേക്കാണ് ഇപ്പം ഈ സുധീന്റെ ഈ വിഷമങ്ങളും കാര്യങ്ങളും ബ്ലഡും കാര്യങ്ങളൊക്കെ ഒരു വിൽപ്പനച്ചരക്ക് ആക്കിയതിന്റെ പ്രധാനപ്പെട്ട റീസൺ ഇപ്പൊ അവസാനത്തിലോട്ട്, ഈ വീഡിയോന്റെ അവസാനത്തിലാണ് പറയുന്നത്. കേട്ടോളൂ. ഇനി വിഷമിച്ച് ജീവിച്ചിട്ട് ഒരു കാര്യമില്ല. നമ്മള് മരിച്ചവര് ഓർത്തൊരു ടെൻഷൻ അടിക്കരുത് കേട്ടോ മോളെ. കുറ്റപ്പെടുത്താൻ മാത്രമേ ആളുള്ളൂ ചേച്ചി, കുറ്റപ്പെടുത്താൻ മാത്രമേ ആളുള്ളൂ ചേച്ചി, കുറ്റപ്പെടുത്താൻ മാത്രമേ ആളുള്ളൂ. ഇനി മുതൽ ഈ കുറ്റപ്പെടുത്തലുകൾ കുറെ ആളുകളുടെ കയ്യിൽ നിന്ന് കുറഞ്ഞു കിട്ടുമല്ലോ എന്നുള്ളൊരു മനഃപൂർവ്വമായ ഇന്റൻഷനോട് കൂടിയാണ് പുള്ളിക്കാരി ഈ ഒരു സ്റ്റോറി ഇൻസ്റ്റാഗ്രാമിൽ 4 ആൾ കാണുക പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. അല്ലാതെ സുധിച്ചേട്ടന്റെ വിഷമം വല്ലാതെ കയറിയിട്ട് ഒന്നുമല്ല. കുറെ ആൾക്കാർ എന്നോട് ചോദിച്ചിട്ടുണ്ട്, എന്താണ് ഈ രേണുസുധി എന്ന് പറയുന്ന കണ്ടന്റ് മാറ്റി പിടിക്കാറായില്ലേ എന്നുള്ളത്. ഗൈസ്, നമ്മൾ എന്തൊക്കെ ഒരു സാധനം തുടങ്ങി വെച്ച് കഴിഞ്ഞാൽ നമ്മളത് അവസാനിക്കുന്നത് വരെ നമ്മൾ അതിനെക്കുറിച്ച് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇട്ടുകൊണ്ടിരിക്കണം. കാരണം നമ്മളൊരു കാര്യം തുടങ്ങി വെച്ചിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, ഈ ഉദയഗിരിജന്റെ ന്യൂസും കാര്യങ്ങളൊക്കെ തുടങ്ങി വെച്ചിട്ടുള്ള ചെറിയ റിയാക്ഷൻ വീഡിയോസ് ഒക്കെ അതിനകത്ത് അപ്ഡേറ്റ്സ് കിട്ടുന്ന സമയത്ത് അപ്പം ഇടും. നമ്മളും അതേമാതിരി രേണുസുധീന്റെ തുടക്കം, ദാസേട്ടന്റെ റീല് മുതൽ ഇതുവരെയുള്ള ഒട്ടുമിക്ക വീഡിയോസും കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നുണ്ട്. അതൊരു
എന്താണ് ഒരു കണ്ടിന്യൂറ്റിക്ക് വേണ്ടി മാത്രമാണ്. അതുകൊണ്ട് നമ്മൾ ഇനി അത് ചെയ്യും. എന്തെങ്കിലും തൊട്ടേനും പിടിച്ചേനും നമ്മൾ ചെയ്യൂല. നമ്മൾ ഈ പാസ്റ്റർ ബിനു, വെൽഡർ ബിനു അതൊക്കെ ഒഴിവാക്കി വിട്ടേക്കെ. അങ്ങനത്തെ പരിപാടിയൊന്നും നമ്മൾ എടുക്കൂല കേട്ടോ. ഓക്കെ, ഈ ഒരു റീല് ഞാൻ ആദ്യം പ്ലേ ചെയ്ത് നിങ്ങളെ കാണിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് അത് കണ്ടപ്പോൾ എന്താ തോന്നുന്നത്? അയാൾ ആ കോയിൻ ഇട്ടിട്ട് കൊണ്ടുപോയ ഫോഴ്സും ഇടിച്ച ഫോഴ്സും തോണ്ടി എടുത്ത ഫോഴ്സും നിങ്ങൾ കണ്ടായിരുന്നു? ഇതൊക്കെ കണ്ടിട്ട് ഇങ്ങനെ ചിരിച്ചു നിൽക്കാനുള്ള മനസ്സ് രേണുവിന് മാത്രം, എല്ലാം സുധിച്ചേട്ടന് വേണ്ടി, സുധിമയം, സുധിലയം. നിങ്ങൾ കണ്ടോ? ഞാനിവിടെ ഇടയ്ക്കിടയ്ക്ക് ആ വീഡിയോ പ്ലേ ചെയ്ത് കാണിക്കാം. നിങ്ങൾക്ക് അത് കണ്ടിട്ട് എന്താ തോന്നുന്നത്? അതിൽ വന്ന കുറച്ച് കമന്റ് എഴുതിയ ആളുകളുടെ പേരും കാര്യങ്ങളും ഞാനിവിടെ കൊടുക്കുന്നില്ല. ഈ രേണുവിന്റെ കുറെ പാവാട വള്ളികൾ അന്തം ഫാൻസ് ഉണ്ട്. എന്റെ വീഡിയോന്റെ താഴെ വന്നിട്ട് നിന്റെ കെട്ടിയോ മരിക്കുന്ന നീ നിനക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്തോ, നിന്റെ കെട്ടിയോൻ എത്രയും പെട്ടെന്ന് ചാവട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോ ഇടുന്ന ഒരു അന്തം കുന്നും ബോധമില്ലാത്ത ചില പരനാറി തെണ്ടികളുണ്ട്. ഈ പാവാട വള്ളികൾ കേൾക്കാൻ കൂടിയിട്ടാണ് ഈ ഒരു കാര്യം ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യുന്നത്. നിങ്ങളെ സ്വന്തം കാര്യം നോക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും എന്റെ വീഡിയോ കണ്ടിട്ട് അതിന്റെ താഴെ വന്നിട്ട് കൊണ അടിക്കില്ല. ആദ്യം നിങ്ങൾ എഴുതി വിടുന്ന കാര്യങ്ങൾ പ്രാവർത്തികമാക്കാൻ വേണ്ടി നോക്കുക. ഓക്കെ, നമ്മൾ കമന്റ് വായിക്കാണ്. അയ്യോ, ആരും ഒന്നും പറയലേ, ജീവിക്കാൻ വേണ്ടിയല്ലേ പാവം. അവിടെ ടച്ച് ചെയ്യുമ്പോൾ പ്രതികരിക്കാമായിരുന്നു. അവളുടെ ഏതു വഴിയാ പൈസ എടുത്തേ മൈ. അവന് വേറൊരു സ്ഥലവും കിട്ടിയില്ല തടവിയെടുക്കുക. അയാൾ തന്റെ ആവശ്യം പറയാതെ പറഞ്ഞു. ഇതൊക്കെയാണ് ഹൈലൈറ്റ് കമന്റ്. സ്വന്തം ശരീരത്തിൽ മറ്റൊരാളെ ഇതേമാതിരി ഒരുപാട് ഒന്നിൽ കൂടുതൽ ആളുകളെ വെറുതെ ഇങ്ങനെ തൊട്ട് തലോടാൻ അനുവദിച്ചു കഴിഞ്ഞാൽ ഭൂരിഭാഗം ആളുകളും പറയുന്ന ഒരു കാര്യമാണിത്. അയാൾ തന്റെ ആവശ്യം പറയാതെ പറഞ്ഞു. അവളെ താഴെ വഞ്ചി ഉണ്ടല്ലോ, ഒന്ന് പോടാ അഡ്മിൻ പുണ്ടേ. ചെറ്റത്തരം കാണിക്കുന്നതിന് ഒരു പരിധിയില്ലേ? തുടക്കത്തിൽ പ്രതികരിച്ചില്ല, നാളെ തൊട്ട് ആരൊക്കെ തടവാൻ വരുമെന്ന് കാണാം. ചെവിക്കല് നോക്കി ഒന്ന് കൊടുക്കാനുള്ളതിനെ കാണിച്ചു പിടിച്ച് നിൽക്കുന്നത് കണ്ടില്ലേ? അല്ല, കിണിച്ചു പിടിച്ച് നിൽക്കുന്നത് കണ്ടില്ലേ? അവിടെ കുടുക്കയുണ്ടോ? 1 രൂപയെ കിട്ടിയുള്ളൂ, ശരീരം മൊത്തം തപ്പിയാൽ 1000 രൂപ വരെ കിട്ടും. അവിടെ തടവി കോയിൻ എടുത്തപ്പോ ചാച്ചിയുടെ ചിരിയോ നോക്കിക്കേ. ഈ പുള്ളിക്കാരിക്ക് ശരിക്കും എന്തോ കുഴപ്പമുണ്ട്. അയാൾക്ക് പൈസ എടുക്കാനൊക്കെ നിന്നു കൊടുക്കുന്നു. ഗൈസ്, ഈ ഒരു കമന്റ് ബോക്സ് ഞാൻ റീൽ ചെയ്ത് ആരാ ഈ റീലിട്ടത്? പുള്ളിക്കാരെന്താ റീലിട്ടത്? പിങ്ക് ഹെവൻ ഒഫീഷ്യൽ എന്ന് പറയുന്ന ഒരു ഓൺലൈൻ മീഡിയ ചാനലിനകത്താണ് ഈ ഒരു റീല് വന്നിട്ടുള്ളത്. അതിന്റെ താഴെ പുള്ളി ക്യാപ്ഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ക്യാപ്ഷൻ ഇപ്പം പുള്ളി അത് മാറ്റിയിട്ടുണ്ട്. ഇപ്പൊ അതിൽ ക്യാപ്ഷനും കാര്യങ്ങളൊന്നുമില്ല. പിങ്ക് ഹെവൻ, ഇതാണ് ആ സാധനം. ഈ ഒരു കമന്റ് ബോക്സ് മുഴുവൻ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. രേണു സുധിയുടെ അവിടെ സ്പർശിച്ചത് വ്യക്തവുമാണ്, സ്പഷ്ടവുമാണ്. പക്ഷെ പുള്ളിക്കാരി അത് കണ്ടിട്ട് കിണിച്ചുകൊണ്ടായിരിക്കുന്നത്. ചിലപ്പോൾ പുള്ളിക്കാരിക്ക് പ്രജീഷിനെ ഒപ്പം തന്നെ നിർത്താൻ പറ്റുന്ന വേണ്ടപ്പെട്ട ആരെങ്കിലുമൊക്കെ ആയതുകൊണ്ടായിരുന്നിരിക്കാം, അറിയത്തില്ല. പക്ഷെ എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായത്തിൽ ഞാൻ പറയാണ്, ആസ് എ വുമൺ എൻ്റെ ശരീരത്തിൽ ഇപ്പം എനിക്ക് അറിയുന്ന ആളാവട്ടെ, ഫ്രണ്ട് ആവട്ടെ, എൻ്റെ പ്രൈവറ്റ് പാർട്സ് എന്ന് പറയുന്ന ചില ഭാഗങ്ങളിൽ ആരെങ്കിലും തമാശ കണക്കിന് തോണ്ടുകയാണെങ്കിലും മാന്തുകയാണെങ്കിലും എനിക്ക് പെട്ടെന്നുണ്ടാവുന്ന ഒരു റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അവരുടെ ചെവിക്കൽ നോക്കി ഒന്ന് കൊടുക്കലോ, അല്ലെങ്കിൽ മൂന്തടിച്ച് പരത്തലോ, അല്ലെങ്കിൽ നല്ല ആട്ട് കൊടുക്കലോ ഒക്കെ ആയിരിക്കും. പക്ഷെ ഈ പുള്ളിക്കാരനെ സംബന്ധിച്ച് അതൊന്നുമല്ല. ഇതിനൊക്കെ എന്താ പറയാനുള്ളത് അറിയോ? അറിയാത്ത പിള്ള ചൊറിയും പറയും. വേറൊരു കാര്യം ഇവിടെ പറയാൻ പറഞ്ഞു. ഇങ്ങനത്തെ കാണിപ്പീര കാണുന്നതുകൊണ്ട് പറയാട്ടോ, കാക്കേന്റെ വിശപ്പ് മാറും, പശുവിന്റെ ചൊറിച്ചിലും മാറും. അങ്ങനെ എന്തോ ഒരു പഴഞ്ചൊല്ലില്ലേ? പുള്ളിക്കാരി അതാണ് പുള്ളിക്കാരന്റെ ലൈഫിൽ പ്രാവർത്തികമാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ മറ്റൊരു വീഡിയോ കാണുന്നതുവരെ ബൈ.